ദ ജേർണലിസ്റ്റിലേക്ക് ഈ 10 ദിവസത്തെ യുദ്ധചരിത്രത്തിൽ ഏറ്റവും കനത്ത പ്രഹരം അമേരിക്കയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ നൽകിയിരിക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായി മുജ്തബ ഖാംനെയി എന്ന ആയത്തുള്ള അലി ഖാംനെയിയുടെ മകനെ ഇറാൻ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരിക്കുന്നു. ട്രംപിന് ഇതിലും വലിയൊരു പ്രഹരം കിട്ടാനില്ലെന്നും നെതന്യാഹുവിനും ഇസ്രായേലിനും ഇതിലും വലിയൊരു ഭീഷണി വേറെ വരാനില്ല എന്നും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ യുദ്ധം തുടങ്ങി ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാൻ്റെ പഴയ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ മുതൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനം ഇറാൻ തകരാൻ പോവുകയാണ്. ഇറാൻ്റെ 90% സൈനിക ശേഷിയും ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, ലോഞ്ച് പാഡുകൾ, സൈനികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉന്നത പദവിയിലുള്ളവർ എല്ലാവരെയും ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മുന്നിലുള്ളത് ഇറാനിൽ ഒരു പുതിയ ഭരണകൂടം വരിക എന്നത് മാത്രമാണ്. ഉടൻ തന്നെ ഇറാനിൽ പുതിയ ഭരണകൂടം വരും. ആ ഭരണകൂടത്തെ തീരുമാനിക്കുന്നത് താനായിരിക്കും. അല്ലെങ്കിൽ അതിനുള്ള അവസരം തനിക്ക് തന്ന് തന്നോട് മാപ്പ് പറഞ്ഞാൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാം. ഇങ്ങനെയൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി പറഞ്ഞിരുന്നത്. ഇത് വിശ്വസിച്ച നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ സജീദ് തോമസ്, അദ്ദേഹം നമ്മുടെ ചില പോസ്റ്റുകൾക്കടിയിൽ ഒരു പ്രവചനവും കൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടത്തി. നോക്കുക ആ പ്രവചനം, ആ കമൻറ്റ്: ഇറാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 10 ദിവസത്തിനകം ഇറാൻ കീഴടങ്ങും. പുതിയ ജനാധിപത്യ ഭരണകൂടത്തെ അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റു രാജ്യങ്ങൾ കൂട്ടായി പ്രഖ്യാപിക്കും. ഇത് തീർത്തും എൻ്റെ പ്രവചനമാണ്, ഓർത്തു വയ്ക്കുക. ദ ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഒരാളാണ് സജീദ് തോമസ്. ഇദ്ദേഹം നമ്മുടെ എല്ലാ വീഡിയോകളും മുഴുവനും കുത്തിയിരുന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള പ്രവചനങ്ങളും ഒക്കെ നിരന്തരമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. കാളയ്ക്കൊപ്പമുള്ള പടമൊക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഇതിൽ കാള ഏതാണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചില കുസൃതി തരങ്ങളും ഇദ്ദേഹം ഒപ്പിച്ചു വയ്ക്കാറുണ്ട്. എന്തായാലും ഇദ്ദേഹം ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ സകലമാന പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും വെല്ലുവിളികളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പ്രവചനങ്ങളും പരീക്ഷണങ്ങളും അങ്ങനെ സകല പദ്ധതികളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുന്നേറ്റം എന്ന വാക്ക് ഞാൻ ഇറാൻ്റെ ഭരണാധികാരികളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. അവരുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, തങ്ങളുടെ പരമോന്നത നേതാവ്, അത് ഇറാൻ്റെ മാത്രമല്ല ലോകത്ത് മുഴുവനുള്ള ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ വധിക്കുകയും ഇറാനിൽ ഒരു വലിയ കലാപമുണ്ടാക്കി ഇറാൻ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത പാശ്ചാത്യ ശക്തികളെ പരമാവധി വേദനിപ്പിക്കുക, അവരെ സഹായിക്കുന്ന സകലരെയും പാഠം പഠിപ്പിക്കുക, ഒരിക്കലും അവർക്ക് മുന്നിൽ മുട്ടുകുത്താതിരിക്കുക, കൊന്നാലും ഞങ്ങൾ മുട്ടുമടക്കുകയില്ല, രക്തസാക്ഷിത്വം ഞങ്ങൾ ധീരതയോടെ ഏറ്റുവാങ്ങും എന്ന നിലയിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടായിട്ടും ട്രംപ് ഒരു ഔദാര്യം പോലെ, ഒരു ഒത്തുതീർപ്പ് ഫോർമുല പോലെ, നിങ്ങളുടെ പുതിയ ഭരണാധികാരിയെ ഞാൻ തീരുമാനിക്കട്ടെ, എനിക്കതിനുള്ള അവസരം വേണം, അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം തീരും എന്ന മട്ടിൽ ഒരു ചൂണ്ടയിട്ട് നോക്കിയിട്ടും അതിനെ നിഷ്കരുണം തച്ചുടച്ച് പോയി പണി നോക്കണോ എന്ന് പറയുന്നത് പോലെ അവിടെ പുതിയ ഭരണാധികാരിയെ നിയമിച്ച് പരമോന്നത നേതാവ് ചുമതലയേറ്റ്, അതും ആയത്തുള്ള അലി ഖാംനെയുടെ മകനെ തന്നെ പരമോന്നത നേതാവാക്കിക്കൊണ്ട് ശക്തമായ പ്രഹരമാണ് അമേരിക്കയ്ക്ക് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ യുദ്ധചരിത്രത്തിൽ, ഈ 10 ദിവസം നീണ്ടു നിന്ന ഈ യുദ്ധചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു പ്രഹരമാണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. ട്രംപിനെ നേർക്കുനേർ നിർത്തി കാരണത്തൊന്ന് കൊടുക്കുന്നത് പോലെയായി സത്യം പറഞ്ഞാൽ ഈ നീക്കം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും ഇതുപോലുള്ള നിരന്തരമായ തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായി തോന്നുന്നില്ല. കാരണം ട്രംപ് ഓരോ മണിക്കൂറിലും, കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലിട്ട ഒരു പോസ്റ്റിൽ പറഞ്ഞത്, ഇറാൻ തോറ്റുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തരായ രാജ്യം, പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ചിരുന്ന ഒരു രാജ്യമെന്ന ഇമേജൊക്കെ ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളോട്, മറ്റ് അറബ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ശക്തമായ ആക്രമണത്തെ തുടർന്നാണ്, ഞങ്ങൾ പാഠം പഠിപ്പിച്ചത് കൊണ്ടാണ്. ആരാണ് ഞങ്ങൾ?
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇവരിരുവരും ചേർന്ന് പശ്ചിമേഷ്യയിലെ ഒരു വലിയ ഭീഷണിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ ഭീഷണിയെ വെറും തോൽവിയായി, അതായത് ഒരു പരാജിതരുടെ രാജ്യമെന്ന നിലയിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ് വിശേഷിപ്പിച്ചു. ഇതോടെ ഇറാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധത്തിൽ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തലങ്ങും വിലങ്ങും ആക്രമണം കടുപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇതുവരെ 7 കപ്പലുകൾ ഇറാൻ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 10 കപ്പലുകൾ, 7 മരണം ഈ ആക്രമണങ്ങളിൽ ഉണ്ടായി എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ വളരെ വൈകിയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IRGC അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. അറബ് രാജ്യങ്ങളിലെ ഊർജ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ തുറമുഖ കേന്ദ്രങ്ങൾ, അതായത് അമേരിക്കൻ സൈന്യത്തിന് ഇടപാടുകളുള്ള അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഇടപാടുകളുള്ള പല തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ, അമേരിക്കയ്ക്ക് സാമ്പത്തികമായ അടക്കം വലിയ തിരിച്ചടികൾ കൊടുക്കുന്ന ഇടങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് മേൽ അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അമേരിക്ക തന്നെ പേടിച്ചു പോകുന്ന അമേരിക്കയുടെ സ്വന്തം അസറ്റുകൾ, അതായത് സൈനിക കേന്ദ്രങ്ങൾ, ഇതൊക്കെ ടാർഗറ്റ് ചെയ്താണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. ജനവാസ മേഖലകൾ പരിപൂർണമായി ഒഴിവാക്കിയെന്ന് ഇറാൻ ഇന്നലെ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് ഇറാൻ്റെ മിസൈലുകൾ ഈ സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമാക്കി വരുമ്പോൾ അമേരിക്കയുടെ ഇൻ്റർസെപ്റ്ററുകൾ, അതായത് മിസൈൽ വേധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, ഈ മിസൈലുകൾ തകർക്കും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീഴും. അത് ജനങ്ങളുടെ മേൽ പതിച്ചാണ് ഇപ്പോൾ പരിക്കുണ്ടാകുന്നതും മരണങ്ങളുണ്ടാകുന്നതും. അതൊരിക്കലും ജനങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇറാൻ ആക്രമിച്ചതല്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത്. അതിനിടയിൽ ചില ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തിയതല്ല, മറ്റു ചിലർ ആരോ ഇതിന് പിന്നിലുണ്ട്, അതായത് ഇറാന് മേൽ പഴി കേൾപ്പിക്കാൻ വേണ്ടി മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റാരൊക്കെയോ ഇത് ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ വരിഞ്ഞു കെട്ടിയതോടെ അതിൽ നിന്ന് മോചനമില്ലാത്ത അവസ്ഥയിൽ നിരവധി കപ്പലുകൾ കിടക്കുകയാണ്. ഏതാണ്ട് 150-നും 200-നും അടുത്ത കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൻ്റെ പരിസരത്തൊരു അവസരം കാത്തു നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കപ്പലുകൾക്ക് പരിപൂർണ സുരക്ഷ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദിവസം 4ആയി. ഇതുവരെ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലോ അല്ലെങ്കിൽ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലോ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? ഈ കപ്പലുകളൊക്കെ ഇറാനെ ഇപ്പോൾ ആക്രമിക്കുമെന്നാണ്. ആ കപ്പലുകളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പണ്ട് ഹൂത്തികളെ ആക്രമിക്കാൻ കൊണ്ടുവന്ന കപ്പലുകളെ അതിവേഗത്തിൽ തിരിച്ചു അയച്ചതുപോലെ ഈ കപ്പലുകളെയും തിരിച്ചയച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ വലിയ ആശങ്കയിലേക്ക് പോവുകയാണ്. അത് ഇറാൻ്റെ ആക്രമണങ്ങൾ കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആക്രമണങ്ങൾ ഇറാൻ രൂക്ഷമാക്കിയിട്ടുണ്ട്. അതിനുള്ള കാരണം ട്രംപ് ഒരു 24 മണിക്കൂർ സമയപരിധി ഇറാന് കൊടുത്തിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാൻ്റെ പുതിയ ഭരണാധികാരിയെ ഞങ്ങൾ തീരുമാനിക്കും. 2, 24 മണിക്കൂറിനുള്ളിൽ ഈ ഇറാനെ ചുട്ട് ചാമ്പലാക്കും. ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 24 മണിക്കൂറും കഴിഞ്ഞതായി ഇപ്പോൾ 48-ാം മണിക്കൂറിലേക്ക് പോകുമ്പോഴും കാര്യമായ ഒരു പിടിച്ചെടുക്കൽ ഇറാനിൽ ഉണ്ടായിട്ടില്ല. അവിടെ പുതിയ ഭരണകൂടം വന്നു. അതേസമയം 21 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. അതുപോലെ തന്നെ 2 സൈനികർ അല്ലാതെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. കാരണം ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയെ നേരിടാൻ കരയാക്രമണത്തിനിടങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് ലെബനനിൽ വെച്ച് ആക്രമണം ഉണ്ടായത്. അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് മാരകമായ ക്ലസ്റ്റർ ബോംബുകൾ തുടർച്ചയായി ഇറാൻ വിക്ഷേപിക്കുകയും അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇറാൻ കീഴടങ്ങുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങൾ കാണുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കുന്നതോടെ എണ്ണവില കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ബാരലിന് $100 കടന്ന് എണ്ണവില കുതിക്കുന്നു. അതായത് ഇനിയും ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ, അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് പോകാൻ കഴിയാത്തൊരു വലിയ ഭീതിജനകമായ സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും എണ്ണവില കുതിച്ചുയരും. പതിയെ ലോകത്തെ സകലമാന രാജ്യങ്ങളും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിലേറ്റവും വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. ഡോളറിലാണ് ഈ എണ്ണ വിനിമയം നടക്കുന്നത്, കച്ചവടം നടക്കുന്നത് എന്നതിനാൽ തന്നെ
ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ ഡോളറിൻ്റെ വിപണി കൂപ്പുകുത്താനുള്ള സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ ഓഹരി വിപണികൾ ഇടിയാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് വരുമാനമില്ലാതാകാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അപ്പോൾ കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഈ സാഹചര്യത്തെ കൊണ്ടുപോകാനാണ് ഇറാൻ തയ്യാറാകുന്നത്. IRGCയുടെ ഏറ്റവും പുതിയ സ്ട്രാറ്റജി അത് തന്നെയാണ്. അവർ കൂടുതലായി കപ്പലുകൾ ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഒരൊറ്റ എണ്ണക്കപ്പൽ പോലും കടത്തിവിടാതിരിക്കാനുള്ള നീക്കം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സൈനിക നീക്കം അവിടെ ഉണ്ടായാൽ അവരെ തകർക്കാനുള്ള നീക്കം, അതുപോലെ തന്നെ ഹൂത്തികളും ഒരു കപ്പലുമായി അവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടികൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് മഹാപ്രഹരം, ഈ 10 ദിവസത്തെ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രഹരം എന്നോണം ട്രംപിൻ്റെ സകല വെല്ലുവിളികളും പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും സ്വപ്നങ്ങളും തകർത്തെറിയുന്ന വിധത്തിൽ ഇറാന് പുതിയൊരു ഭരണകൂടം വന്നിരിക്കുന്നു. പുതിയ പരമോന്നത നേതാവ് അധികാരത്തിലെത്തിയിരിക്കുന്നു. അത് ഇസ്രായേലിൻ്റെ ഭീഷണിയും വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഇറാൻ വീണ്ടും പഴയ ഫോമിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം തന്നെ ഉത്തര കൊറിയയും റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ പല വിധത്തിൽ സഹായിക്കുന്നു എന്നതിൻ്റെ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്തുണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇറാനുണ്ട്. അതേസമയം അമേരിക്കയ്ക്ക് പിന്തുണകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്കയ്ക്ക് മേൽ. ഒമാനാണെങ്കിൽ ഈ യുദ്ധം നിർത്തണം എന്ന നിലയിലേക്ക് ഇന്നലെ ഒരു ചർച്ച ഒമാനുള്ളിൽ നടന്നിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ബ്രിട്ടൻ്റെ പിന്തുണ അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല. അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഉടക്കിയിരിക്കുന്നു. ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ, നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ആരും തന്നെ ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് അമേരിക്ക ഈ യുദ്ധം നടത്തിയത്. അല്ലാതെ അമേരിക്കയ്ക്ക് ഒരു ത്രട്ടും ഉണ്ടായിരുന്നില്ല എന്ന വിവരം ലോകത്ത് വലിയ ചർച്ചയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ പരമാധികാരത്തിന് നേരെ കടന്നു കയറുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഈ പരമാധികാരം ഇല്ലാതാക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന നിലയിൽ ലോകത്ത് വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ക്യൂബയാണ് പിടിച്ചെടുക്കാൻ പോകുന്നത് എന്ന് ട്രംപ് പറയുമ്പോൾ ലോക നിയമങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇവിടെ ബാധകമല്ലേ എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട്. ഈ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ട്രംപിന് ഗുരുതരമായ പല പ്രതിസന്ധികളെയും ചോദ്യങ്ങളെയും അതിജീവിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാൽ അത് കടുത്ത പ്രതിസന്ധി ട്രംപിൻ്റെ നിലനിൽപ്പിന് തന്നെ സൃഷ്ടിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വെല്ലുവിളികളും പേടിപ്പിക്കലും ആക്രമണങ്ങളും ഒക്കെയായി ഈ യുദ്ധം തുടങ്ങി വെച്ചവർ കുടുങ്ങിപ്പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇനിയും 6 മാസക്കാലത്തോളം യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഞങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ നമ്മൾ അറിയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. അവിടെ വലിയ ഭീകരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന തിരിച്ചടികളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ തകർത്തു, ഇറാൻ തീർന്നു എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തിരിച്ചടികൾ ഈ യുദ്ധം തുടങ്ങി വെച്ചവരെ തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം.